പള്ളിയിലെ ചന്ദന കൂടത്തിന് 4 മുളം വീരാളി കത്തുവേണം തുളുനാടൻ തളവീണം തുളശ്ശേരി വളവീണം മാല വേണം മക്കന വേണം മൈലാഞ്ചി വേണം കയ്യിൽ മൈലാഞ്ചി വേണം. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോഴേ ഞാനൊന്നിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ എന്താ അറിയുക പണി, മുറ്റം അടിച്ചു വരുന്ന തിരക്കിലാണ്. രാവിലെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ടതാണ്. അപ്പോൾ അമ്മ ഒന്ന് മുറ്റത്തെ പടികളും എല്ലാം അടിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന വഴിയാണ് കേട്ടത്. അപ്പോൾ ഈ പടിയുമിൽ കുറച്ച് ചണ്ടികളൊക്കെ ഉണ്ട്. സത്യം പറയിച്ചാൽ ഞാൻ പടി അവിടെ അടിച്ചു തരില്ല കേട്ടോ. ഞാൻ വേഗം മുറ്റങ്ങളൊക്കെ അങ്ങനെ അടിച്ചേരി പോവാന്നല്ലാണ്ട് ഞാൻ അടിച്ചു വരില്ല. അപ്പോൾ അമ്മ നിന്നോട് പറയാം, ഞാനിവിടെ മുറ്റമൊക്കെ അടിച്ചു വാരി ഇഞ്ചി മുറ്റൊന്നും അടിച്ചു വാരൂല എന്നൊക്കെ. പക്ഷെ ഞാൻ മുറ്റം അടിച്ചു തരലുണ്ട് ഗേൾസ്. ഈ അമ്മ കള്ളത്തിനും പറയാണ്. അമ്മ അങ്ങനെ ഇവിടെയൊക്കെ അടിച്ചു തരി വൃത്തിയാക്കിയപ്പോഴേ ഇന്നൊരു ദിവസം അടിച്ചു തരിപ്പം എന്നും അടിച്ചു തരുന്ന എന്നെ ഓരോന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ വിചാരിച്ചു അതെല്ലാവരും ഒന്ന് അറിയിക്കണം, വീഡിയോ ചെയ്യണം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞോടിക്കേ. അമ്മയ്ക്കൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ എന്തായാലും അമ്മൻ്റെ പണിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അടിച്ചുവരി വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ 1.5 വൃത്തിയാക്കലാണ് ഗായ്സ്, 1.5 വൃത്തിയാക്കൽ. കണ്ടോ ഇവിടെയൊക്കെ അടിച്ചു വാരി. അപ്പോൾ നമ്മളെ വീട് അതാണ്. അമ്മ ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വരി റോഡിൻ്റെ ആ സൈഡൊക്കെ അടിച്ചു വരി ഉഷാറാക്കിയാണ് കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ അമ്മയ്ക്കിന്ന് ഞായറാഴ്ച അല്ലേ, അമ്മയ്ക്ക് ലീവ് കിട്ടിയാൽ അമ്മ ഇതൊക്കെയാണ് പരിപാടി. നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കും. ഇങ്ങനെ റോഡിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ അടിച്ചു തരിയിട്ട് ബാക്കി പിന്നെ ഞാൻ എന്നും ഇങ്ങനെ വൃത്തിയാക്കണതാണ്. അത് പറക്കേണ്ട അമ്മ, അത് തഴുതാമയല്ലേ ഗൈസ്. ഈ തഴുതാമ എല്ലാവരും വെള്ളം കാച്ചി കുടിക്കും. എന്തോ മൂത്രത്തിൽ പഴുപ്പുണ്ടാവുമ്പോഴോ അങ്ങനെ എന്തോ ഇത് കറി വെക്കും, പരിപ്പൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടണം. അപ്പോൾ ആർക്കും തഴുതാമനെ പറ്റിയൊന്നും അറിയില്ല അല്ലേ. അമ്മ കണ്ട ഗൈസ് ചെടി നനയ്ക്കണം. ചെടി എന്ന് പറയുന്ന വലിയ ചെടികളൊന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ ആ വെള്ള പൂടുന്ന ഒരു ചെടിയില്ലേ, ഈ ചെടി. പിന്നെ കുറച്ച് തെച്ചിമരമുണ്ട്, അതിനൊക്കെ വെള്ളം ഒഴിക്കുന്ന തിരക്കിലാണ്. വെള്ളം ഒഴിച്ചാലില്ലേ ഈ ചൂട് കാലത്ത് എങ്ങനെ വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല. അത് പടപടയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തീർന്നു പോവുകയാണ്. പാപ്പുമുള കൂട്ടിൻ്റെ ഇവിടെയൊക്കെ പുല്ലാണ്. നമ്മൾ പണ്ടൊക്കെ ഈ തെച്ചീൻ്റെ കായ കഴിക്കൂലേ, അപ്പം അതൊന്നും ഇല്ല, പേടിയാണ്. ഇഴജന്തുക്കൾ നല്ല ഉള്ള സ്ഥലം അത്. ഇങ്ങനെ ചെടി വെള്ളം ഒഴിച്ചിട്ട് എങ്ങനെ ഇരിക്കണം ഗൈസ്. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തേ ചക്ക പ്ലാവ് മുറിച്ചപ്പോഴേ ചക്ക ഉണ്ട് കേട്ടോ ഗൈസ്. ചക്ക 3-4 ചക്ക ഉണ്ട്. പിന്നെ പാപ്പുമോളുണ്ട് ഇവിടെ. പാപ്പുമോൾ വരണോ? മുകളിലേക്ക് വരണോ? ഞങ്ങൾ പാപ്പുനെയും കൊണ്ട് മുകളിലേക്ക് പോട്ടെ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് കയറി പോകുന്നു കേട്ടോ. മുകളിലേക്ക് കയറി പോകുന്നത് എന്താ വെച്ചാൽ അമ്മൻ്റെ കുറച്ച് ചെടികളുണ്ട് ഇവിടെ, അത് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. പാപ്പുമോളെ പാപ്പുവിനെ കാണാനില്ല. അപ്പം കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെള്ള പൂവുള്ളൊരു ചെടിയുണ്ട്. പിന്നെ ഒരുപാടുണ്ട്. ഇത് വാടാർമല്ലി വെള്ള കളറ്, ഇത് മഞ്ഞ പൂവ് അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. മഞ്ഞ പൂവുണ്ട്, വാടാർമല്ലി ഉണ്ട്. ഇതൊക്കെ അമ്മ കുറേ ആയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് ഉഷാറാക്കി കൊണ്ടെടുക്കണം കേട്ടോ. സെറ്റാണ്. അമ്മയ്ക്ക് ചെടി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഞങ്ങളിവിടെ ഒരു കൈതച്ചക്ക ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഈ പൂവ് സൂപ്പറല്ലേ, ഭയങ്കര കളറാട്ടോ ഇതിനെ കാണാൻ, നല്ല അടിപൊളിയാണ്. അതിൻ്റെ തുണയുണ്ട് ഇവിടെ, വെള്ള അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ചില്ലറ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ അമ്മയുടെ കൃഷികളാണ്. ഒരു മനുഷ്യന്മാർക്ക് കൊടുക്കില്ല ഗൈസ്. അമ്മയ്ക്ക് ചെടി ആർക്കും കൊടുക്കണമെന്ന് ഇഷ്ടമല്ല. പക്ഷെ അമ്മ ആരുടെയും വാങ്ങിക്കൊണ്ടുവരും. നനച്ചു. ഇനിയിപ്പോൾ താഴേക്ക് പോകണം. പാപ്പുമോള് പറഞ്ഞൊരു അടക്ക എടുത്ത് കൊണ്ടുപോയിന്. അടക്ക 2-3 മുകളിലുണ്ട്. ഇനിയെ ആ എടുത്ത് കൊണ്ടുപോയിന്. ഒന്ന് തിന്നുണ്ട്. ഇതാ വരുന്നേ. എന്തേ പോന്നേ ഇതെന്താ പെട്ടെന്നൊരു ഓട്ടം? കണ്ട ഓടി വന്നതാണ് താഴേന്ന്. എന്താ പെട്ടെന്നൊരു പോക്ക്? ഇവിടെ വാ വിസുമോളെ.
അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ നാളെ നന്ദമോൾക്ക് ഒരു പരീക്ഷയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടി. ബാടി വാ 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 താഴേക്ക് പോവാ. എന്തോ മണത്ത് നടക്കുകയാണോ? ഫോണുണ്ടോ ഇജ്ജ് എങ്ങോട്ടേ സോ ഇജ്ജ് എങ്ങോട്ടാ നടക്കണേ? എന്താ മണത്ത് നടക്കണേ? പൂച്ച കിടന്ന സ്ഥലം മണക്കുകയാണ് തന്നെ കേട്ടോ ഗൈസ്. എന്നുള്ളതാണ് ഈ മഴക്കാർ കേട്ടോ. സന്ധ്യ ഇങ്ങോട്ടായാൽ ഫുള്ള് മഴക്കാറാണേ. പക്ഷെ മഴ പെയ്യൂല, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കണ്ടോ, ഫുള്ളായിട്ട് മഴക്കാറ്. അപ്പോൾ മോളെ മുകളിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. താഴേക്ക് വരുമ്പോൾ വരട്ടെ വിചാരിച്ച്. അമ്മയുണ്ട് അവിടെ മുകളിൽ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റുള്ള വീഡിയോ ഒന്നുമില്ല കേട്ടോ ഗൈസ്. ചെറിയൊരു വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ഇറങ്ങിയതാണ്. േക്കിതാ ഗൈസ്, പാപ്പുമോളെ പിടിച്ച് ഞാൻ കൂട്ടിലിട്ടിട്ടോ. ഇവിടെ 1-2 ആൾക്കാർ വന്നിനി. അത് കണ്ടപ്പോഴേക്കും ഇവൾക്ക് എന്തൊരു കുറയറിയാം. ഇവളവിടെ പുറത്തിറക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ വന്ന്. അവിടെ പാലിയേറ്റീവിൻ്റെ ഒരു ധനസമാഹരണം അതിന് വേണ്ടിയിട്ട് 2-3 ദിവസം മുന്നേ അവർ ഒരു കവറൊക്കെ കൊണ്ടുപോയി തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ആ കവറിൽ നമ്മൾ എന്തെങ്കിലും പൈസ ഇടണം. അപ്പോൾ ഇന്ന് വന്നതാ ഓരത് വാങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും ഒക്കെ ആയിട്ട് ഉള്ളൊരു തുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരെ സംഭാവനകളൊക്കെ ഉണ്ട് അതിലേക്ക്. അപ്പോൾ എന്തായാലും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളും കൊടുത്തു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അമ്മനോടൊരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചാലോ ഗൈസ്? നമ്മൾ പാട്ട് പാടുമോ? അമ്മ ലൈവിലൊക്കെ ഇല്ലേ, ഞാൻ ലൈവ് ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ആരെങ്കിലും പാട്ടൊക്കെ എഴുതിയ അമ്മ നല്ലോണം പാട്ടൊക്കെ പാടും. അമ്മനോട് നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് പാടുക ചോദിച്ചാൽ അമ്മ പാട്ട് പാടൂല. കണ്ടമ്മക്ക് നാണമാകുന്നു. ഒരു പാട്ട് പാടുകൾ ഞാൻ നോക്കട്ടെ കേട്ടോ, ശ്രമിച്ചു നോക്കാം. എന്നാൽ നമുക്കൊരു പാട്ട് കേൾക്കാം. അപ്പം ഞാനൊരു പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന ആളെ ഇപ്പം വരും. മുടിയൊക്കെ കീർന്ന് വരാറിഞ്ഞ് പോയി. മുടിയിരില്ല? എനിക്ക് പാട്ടൊന്നും അറിയില്ല. ഓളിന്നെ വെറുതെ മൊയാക്കൊന്നല്ല. വൈകുന്നേരം സമയമായി. അപ്പൊ ഒരു പാട്ടാവാ ചായന്റെ കൂടെ. എനിക്ക് പാടാനൊന്നും അറിയില്ല. നിങ്ങൾക്ക് പിന്നെ എന്താ അറിയാ? എനിക്ക് ചോറ് തിന്നണം, ചായ കുടിക്കണം. ചോറ് തിന്നണം, ചായ കുടിക്കണം, അതൊക്കെ അറിയുള്ളൂന്ന് പറയേ. ഇന്ന് വൈകുന്നേരം ഒരു ചെറിയ വ്ളോഗല്ലമ്മേ. എന്താ പാട്ട് ഇടങ്ങള്? ഒരു കട്ടൻ ചായെങ്കിലും തരുങ്ങള്. ഒരു കട്ടൻ ചായ. സോബേട്ടനൊന്നും കളിയാക്കൂല. സോബേട്ടാ കളിയാക്കരുത് കേട്ടോ. നമുക്ക് പാട്ടിടും. പാട്ട് പാടാൻ പോവാണ് കേട്ടാ. പാടിക്കോളി. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളിക കാട്. പച്ചില മാളിക കാട്ടിൽ ഒരു പിച്ചകപ്പൂമരക്കൊമ്പ്. പിച്ചകപ്പൂമരക്കൊമ്പിൽ 2 ചിത്തിരമാസ കിളികൾ. ഓരോ കിളിയെയും പാടിയുറക്കാൻ, ഓരോ കിളിയെയും പാടിയുറക്കാൻ. ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്. പിറന്നാള് നട്ടപ്പിറന്നാൾ തിരുനാള്, ആണ്ടോടാണ്ടെന്ന് പിറന്നാള് നട്ടപ്പിറന്നാൾ തിരുനാൾ. അമ്മയിടങ്കവിൽ ഉമ്മ വയ്ക്കും, അച്ഛൻ വലങ്കവിൽ ഉമ്മ വയ്ക്കും. താലോലിച്ചു വളർത്തും ഞാനൊരു കടിഞ്ഞൂൽ മുത്തല്ലേ, ഞാൻ കടിഞ്ഞൂൽ മുത്തല്ലേ, ഞാൻ കടിഞ്ഞൂൽ മുത്തല്ലേ, ഞാൻ കടിഞ്ഞൂൽ മുത്തല്ലേ. ആരീരം രാരീരാരോ, രാരീരം രാരീരാരോ. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളിക കാട്. പച്ചില മാളിക കാട്ടിൽ ഒരു പിച്ചകപ്പൂമരക്കൊമ്പ്. പിച്ചകപ്പൂമരക്കൊമ്പിൽ 2 ചിത്തിരമാസ കിളികൾ. ഓരോ കിളിയെയും പാടിയുറക്കാൻ, ഓരോ കിളിയെയും പാടിയുറക്കാൻ. ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്. ഗൈസ്, അടിപൊളി പാട്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം അമ്മ ഒരു ഗായകി കൂടിയാണ്.
സൂപ്പറായിട്ട് പാട്ടൊക്കെ പാടും. നല്ല പാട്ട് പാടും കേട്ടോ അമ്മ. മടിയായിട്ടാണ് ആൾക്കാരുടെ ഇടയിൽ കുറവായിട്ടാണെന്ന് എപ്പോഴും പറയും ഞാൻ പാട്ട് പാടാനൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇതാ നല്ലൊരു മഴേൻ്റെ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. നല്ല മഴക്കാറായി ഇപ്പോൾ, ഇരുട്ട് കൂടി വന്നത്. ഞാൻ എന്തായാലും വേഗം ഇനി തിരുമ്പിയ തുണിയൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ, മടക്കി വെക്കട്ടെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി മഴ എന്ന് തന്നെ പറയാം. അടുത്തുള്ള വീട്ടിലെ ചേച്ചി അവിടെ ഓല വെട്ടിത്തറയണ ഒച്ച ഇട്ടിട്ട് റോക്കുമ്പോൾ നല്ല കുറയാണ് അവിടെ. അപ്പോൾ നല്ല കാറ്റും അടിക്കണ്ടേ. ഇനിയിപ്പോൾ ഈ മഴയും കൊണ്ട് കാറ്റ് പോകുമെന്നും അറിയില്ല. അപ്പോൾ നല്ല കാലാവസ്ഥയൊന്നുമല്ല ഗായ്സ്. ആകാശമൊക്കെ മൂടിക്കെട്ടി ആകെ മേഘാവൃതമായി. എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണേ. എന്തൊരു മഴക്കാറാണമ്മേ. അവിടെ ഉണ്ടോ ഡ്രസ്സൊക്കെ ഉണ്ടമ്മേ മുറ്റത്ത്? എന്നാ എടുത്തിട്ട് വരി, നല്ല മഴ ഇപ്പം പെയ്യും. നന്ദു കുട ഉണ്ടോയിനോ? കുട കൊണ്ടുപോയിനോ? എടുക്കാന്നൊക്കെ പറഞ്ഞിന്. നല്ല മഴയായിട്ട് വരുന്നത് ഗൈസ്. നല്ല കാറ്റടിച്ചു, നല്ല കാറ്റ്, നല്ല കാറ്റ്. ജനാലി പിടിക്കട്ടെ, ഇപ്പൊ പറക്കൂതാ. കാറ്റടിച്ചു, നല്ല കാറ്റാ. ജനാലൊക്കെ കണ്ടോ? കൊടുങ്കാറ്റാട്ടോ, കൊടുങ്കാറ്റ്. ഉഷാറ് കാറ്റ് തന്നെ പറയാം. കണ്ടോ മരങ്ങളൊക്കെ. ഇനിയിപ്പം മഴ പ്രതീക്ഷിക്കാവോ എന്നൊന്നും അറിയില്ല. അപ്പം നമ്മളിവിടെ ഈ വ്ളോഗ് നിർത്തുകയാണ് കേട്ടോ. ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ വെറുതെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. നല്ല പെരുമഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട, അമ്മൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ ജനവാതിലുകളൊക്കെ ഒന്ന് അടയ്ക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ വിവരം പറഞ്ഞാൽ അമ്മ നാളെയും പാടിത്തരും കേട്ടോ പാട്ടൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ജനവാതിലുകളൊക്കെ ഒന്ന് അടയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ബൈ, സീ യു.